വളരെ നാളുകൾക്ക് മുമ്പ് ഈ കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു സംഭവമാണ്. ഏതാനും അതിഥി തൊഴിലാളികളെ അവിടെ പോലീസുകാർ പിടികൂടി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അവരുടെ മേലുള്ള കുറ്റം എന്ന് പറയുന്നത് അവിടെ പൊതുനിരത്തിൽ സ്ഥാപിച്ചിരുന്ന കുറച്ച് കൊടികൾ നശിപ്പിച്ചു. അപ്പം അതിനെ ചൊല്ലി ആണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ചോദ്യം ചെയ്യലായി. കാര്യം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, സാർ ഇനിയും ഞങ്ങൾ ഇത് കത്തിക്കും, ഈ കൊടികളെല്ലാം. ഈ കൊടികളാണ് സാർ ഞങ്ങളുടെ ജീവിതം ബംഗാളിൽ തൊലച്ചത്, അതിവിടെ കണ്ടാൽ ഇനിയും കത്തിക്കും. പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ CPM ഭരിച്ചിരുന്ന കാലത്ത് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഗതികേടിനെ കുറിച്ച് ആണിവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇത് ഞാൻ AP അബ്ദുള്ള കുട്ടിയുടെ പ്രസംഗത്തിൽ നിന്നാണ് ഇത് കാര്യം അറിഞ്ഞത്. തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രസംഗിച്ച സമയത്ത്. ഇപ്പം ഈ ചുവപ്പ് കൊടിയുടെ നാട്ടിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഇവരെല്ലാം അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ കേരളം പട്ടിണിയിലാവും. വിജയനാഥേ, വിജയനാഥ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ബംഗാൾ കിഴക്കൻ ബംഗാൾ, ബംഗാളിൽ നിന്നൊരു ഗാനം. ബാക്കി എന്തു ആയിക്കോട്ടെ, ഇപ്പൊ കേട്ടിട്ടുണ്ടല്ലോ, വളരെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു പാട്ടാതെ. ഇപ്പൊ പുതിയൊരു ഗാനം അവിടെ വന്നിരിക്കുന്നു. പുതിയ ഗാനം ഇങ്ങനെയാണ്: വാടാ മക്കളെ വാ. നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിൽ NN പിള്ള പറയുന്നത് കേറി വാടാ മക്കളെ എന്ന് പറയുന്നത് വാടാ മക്കളെ വാ, കേറി വാടാ മക്കളെ. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, കേറി വാടാ മക്കളെ എന്ന്. ആരാ വിളിച്ചിരിക്കുന്നത്? ദീദി, ബംഗാളിന്റെ ദീദിയായ മമതാ ബാനർജി. ആരെയാ വിളിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്നുള്ള നമ്മുടെ അതിഥി തൊഴിലാളികളെ വിളിക്കുക. 22 ലക്ഷം ബംഗാളി തൊഴിലാളികൾ ഉണ്ട് എന്നാണ്. ഇതുവരെ ശരിയായിട്ടുള്ള രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. ഇതിന് മുകളിലോട്ട് പോകും. ഇതിന് മുകളിൽ പോകാനേ സാധ്യതയുള്ളൂ. മൊത്തം ഏതാണ്ട് 34 ലക്ഷം പേരുണ്ട്. ഇവരെ എല്ലാം നമ്മൾ ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത്. അതെ, നമ്മൾ കേരളീയരായാലും തമിഴ്നാട്ടുകാരെ അന്യനാട്ടിൽ യു ആർ തമിഴിയൻ, മലബാറി എന്നാണ് പറയാനുള്ളത്. ഒരു അവജ്ഞയോടും അവഹേളനത്തോടും കൂടി പറയുന്ന പേരാ. മലബാറി, മദ്രാസി. മദ്രാസി രണ്ടും കൂടെ ചേർത്തിട്ട് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് മദ്രാസി, മദ്രാസി ഹേ എന്ന് പറഞ്ഞാൽ വേറെ തെറിയും കൂടെ പറയും അവർ. അങ്ങനെ ആയിരുന്നു നമ്മളെ കണക്കാക്കിയിരുന്നത്. കാരണം അവരെ നമ്മളെ കൂട്ടി എന്ന് പറയുന്ന പോലെ അസാമിൽ നിന്നുള്ളവരെയും ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവരെയും, ഉത്തരാഖണ്ഡിൽ നിന്ന് കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ബീഹാർ, ജാർഖണ്ഡ്, ഇവിടുന്ന് വരുന്നവരെ എല്ലാം. ബംഗാൾ കഴിഞ്ഞ ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിൽ നിന്നാണ്. ക്രിമിനൽസ് ബീഹാറിലാണ് കൂടുതൽ ക്രിമിനൽസ് ഉള്ളത്. ബംഗാളികൾ പൊതുവേ കുഴപ്പമില്ല. പക്ഷെ ബംഗാളിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതലും വരുന്നത് അവിടുത്തെ ഈ 24 പർഗനാസ് മുതലായിട്ടുള്ള ആ ജില്ലകളിൽ നിന്ന്, അവിടുത്തെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെയാണ്. എങ്കിൽ തന്നെ മതം മാറ്റം എത്ര അവിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. 2 പേരുണ്ടെങ്കിൽ അതൊരാൾ മുസ്ലിം ആയിരിക്കും. നമുക്ക് കാണാം, അവർ ഈ പള്ളിയിൽ 12:30 ആകുമ്പോൾ പോയി നിസ്കരിക്കുന്നതൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമുള്ള ആൾക്കാരാണ് ഇവർ. തന്നെയാണ് പെരുമ്പാവൂരിൽ വലിയൊരു ബലാത്സംഗം, പെണ്ണിനെ പതിയിരുന്ന് ആക്രമിച്ച് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നിട്ട് ബംഗ്ലാദേശിലേക്ക് കടന്ന ഒരു മുസ്ലിമിൻ്റെ കഥയുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ഇവർ ആവുന്നുണ്ട്. ക്രിമിനൽ കുറ്റങ്ങൾ ഇവർ പോകുന്നതോടുകൂടി കുറയും. പക്ഷേ നമ്മുടെ പണി മുടങ്ങും. 22 ലക്ഷം പേരുടെ ഒരു ഗ്യാപ്പാണ് തൊഴിൽ മേഖലയിൽ വരുന്നത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായം എന്ന് പറയുന്നത് തകരും. പെരുമ്പാവൂരിലുള്ള യഥാർത്ഥ നാട്ടുകാരൊക്കെ അവിടെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അതെ, ഇവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ മേഖലകളൊന്നും ചർച്ച ചെയ്താൽ ഇപ്പം ചായ അടിക്കുന്നത് ബംഗാളികളാണ്, ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്നത് ബംഗാളികളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് വലിയൊരു കുറവുണ്ട്. നമ്മുടെ ആൾക്കാർ ഗൾഫിൽ പോയി നിർമ്മാണ പ്രവർത്തനം നടത്തും. അതിന് ആ ഗ്യാപ്പിലേക്ക് കടന്നു വന്നവരാണ് ബംഗാൾ. നിർമ്മാണ മേഖല സ്തംഭിക്കും. ലോറിയിലാണെങ്കിൽ പിന്നെ വീട് പണിക്കാരെ കൊണ്ടുവരുന്ന കോൺട്രാക്ട് അല്ലേ, ബറോട്ട അടിക്കണമെങ്കിൽ ബംഗാളി, നമ്മുടെ മുടി വെട്ടണമെങ്കിലും ബംഗാളികൾ വേണം. ഇപ്പൊ ഇങ്ങനെ സർവ്വ മേഖലകളിലും അവരുണ്ട്. സർവ്വ മേഖലകൾ മലയാളം നന്നായിട്ട് പറയുന്ന ബംഗാളികളുണ്ട്. നന്നായിട്ട് നമ്മളെ സർക്കാർ പിന്നെ മലയാളം മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഇവരെ മലയാളം പഠിപ്പിക്കാനും തുടങ്ങി. ചില ബോർഡുകൾ ഹിന്ദിയിൽ ബോർഡ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിലും ജീവിതശൈലിയിലും സമൂലമായിട്ടുള്ളൊരു മാറ്റം ഈ അതിഥി തൊഴിലാളി സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് നമ്മൾ 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, കേരളത്തിനുണ്ടാകുന്ന തൊഴിൽ പ്രതിസന്ധി
ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, മൊത്തത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ദീദി അവരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്, അതും ചർച്ച ചെയ്യേണ്ട കാര്യം. പറയാം. അതായത് അബ്ദുള്ള കുട്ടി പറഞ്ഞ ഇത്തിരി അത്യുക്തിയാണെങ്കിലും അതിൽ കുറച്ച് കാര്യമുണ്ട്. ഇവരിങ്ങനെ ചുവന്ന ഓടിയൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് ഈ പാൻ പരാഗിന്റെ ജോബാണ് വേണ്ടത്. അത് ഈ റോഡ് മുഴുവൻ ജോബിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാസ്തവം പറഞ്ഞാൽ ബുദ്ധദേവ് ഭട്ടാചാര്യ ചെയ്തതാണ്. ഇവരുടെ ഈ ദുരവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് ടാറ്റയെ അങ്ങോട്ട് ക്ഷണിച്ച് കാർ ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി നന്ദിഗ്രാമിൽ അദ്ദേഹം സ്ഥലം ഏറ്റെടുത്തത്. അവിടെ മമതാ ബാനർജിയും കൂട്ടരും എല്ലാം കൂടെ സുവേന്ദു അധികാരി എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടെ നിന്ന് തുരത്തിയത്. അത് നമ്മൾ ഓർക്കണം. അത് വ്യവസായം വരാതെ പിന്നെ തൊഴിൽ കിട്ടുമോ? അങ്ങനെ വ്യവസായത്തിൻ്റെ ഒരു ശ്മശാന ഭൂമിയോ മരുഭൂമിയോ ആയിട്ട് ഉള്ള ബംഗാൾ ആയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. മനസ്സിലായി? ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ പുരോഗമനമല്ല, രാജാവിൻ്റെ ഭരണകാലം തൊട്ടേ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല സ്ഥാപനങ്ങളും നിലവിൽ വരികയും ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ ഇക്കോണമി എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റുകൾ കൊണ്ട്, ഗൾഫിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റുകൾ കൊണ്ട് നമ്മുടെ ഇക്കോണമി മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തത് കൊണ്ടുണ്ടായിട്ടുള്ള പുരോഗതിയാണ്. ആ പുരോഗതി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവർക്കും ഗൾഫിൽ ജോലി മതി, അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോലി മതി, ഗവൺമെൻറ് ജോലി, വൈറ്റ് കോളർ ജോലി മതി. അത് നമ്മുടെ ഇത്തരം പണികൾ ചെയ്യാനോ നമ്മുടെ പാവപ്പെട്ട അച്ഛനെയും അമ്മമാരെയും ശുശ്രൂഷിക്കാനോ ആർക്കും വയ്യ. കാരണം വിദൂരത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാപ്പിലേക്ക് ഇവർ വന്നു. ചിലയിടത്ത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കോട്ടയത്ത് വന്ന ഇന്ദ്രപ്രസ്ഥ ഉടമയുടെ കൊലപാതകം ഏറ്റവും ഒടുവിൽ നടന്നു. അതുപോലെ പല വീടുകളിലും അവരെ സംരക്ഷിച്ചു പോകുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും, അതായത് ബംഗാളികളെ സംരക്ഷിച്ചു, ബംഗാളികളെ അവിടെ ഏൽപ്പിച്ചിരുന്നു അവരുടെ പരിപാലനം. കൊന്ന് സ്വർണ്ണങ്ങളും എടുത്തുകൊണ്ട് പോയ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കണമെങ്കിൽ ഈ വലിയ ഒരു തൊഴിൽ ഗ്യാപ്പ്, ലേബർ ഗ്യാപ്പ് ഇല്ലാതാക്കണമെങ്കിൽ ഇവരുടെ സാന്നിധ്യം ആവശ്യമാണ്. കാരണം കുറഞ്ഞ കൂലിക്കും ഇവർ കഷ്ടപ്പെട്ട് പണി ചെയ്യും. നന്നായിട്ട് ഈ പണി പഠിച്ചിട്ടുണ്ട്. ടച്ച് പണിയൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രയാസമുള്ളതാണ് പഠിക്കാൻ. ഭംഗിയായിട്ട് ചെയ്യും. തയ്യൽ പണി, അങ്ങനെ എല്ലാ മേഖലയിലും അവരവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ട്. ഈ ഡെവലപ്പ് ചെയ്ത സ്കില്ലുമായിട്ട് നമ്മുടെ ചോദ്യം, ബംഗാളിലേക്ക് പോയാൽ അതിനനുസരിച്ചുള്ള ഒരു ശമ്പളം അവിടെ കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷേ മമതാ ബാനർജി അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിലും മാസം 5000 രൂപ ഗവൺമെൻറ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും. ഇതൊരു വോട്ട് ബാങ്ക് ലക്ഷ്യമല്ലേ? വോട്ട് ബാങ്ക് ആണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയം അങ്ങ് മാറ്റിവെക്കുക. ഈ 5000 രൂപ കിട്ടുക മാത്രമല്ല, ഭക്ഷ്യ സുരക്ഷ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഇനി ഇത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കും. ഇതെല്ലാം മമതാ ബാനർജി ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാത്രം പണം ഇപ്പോൾ ബംഗാളിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ല കാര്യം തന്നെ. ഈ പദ്ധതിക്ക് ശ്രമശ്രീ എന്നാണ് ആ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഇതെല്ലാം അവർ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. രാജൻ ഗുരുക്കളുടെ ഹിമാലയൻ യാത്രയുടെ രാജൻ കാക്കനാടൻ്റെ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ വായിച്ചിട്ടുണ്ടോ? അതെ. അതിൽ ഉത്തരാഖണ്ഡിലെ ബദരീനാഥിന് സമീപം അളകനഗംഗ നദിക്ക് സമീപത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ അദ്ദേഹം സന്ദർശിച്ചതിൻ്റെ വിവരണമുണ്ട്. വായിച്ചിരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടുള്ള വിവരണം. ആ കുട്ടി ആ വീട്ടിൽ നിന്ന് അവളുടെ ആങ്ങള, കൊച്ചുകുട്ടിയാണ്, പിഞ്ചുകുട്ടിയുടെ ആങ്ങള പണമില്ലാഞ്ഞിട്ട് അങ്ങ് ഡൽഹിയിൽ പോയതാണ് തൊഴിൽ അന്വേഷിച്ച്. ഏതോ ഹോട്ടൽ ജോലിക്ക് നിന്നു എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ കുറച്ച് ശമ്പളം കിട്ടിയിരുന്നു. പിന്നെ അവൻ്റെ കത്തുമില്ല, ശമ്പളവുമില്ല, വർഷങ്ങളായി. ഒരു പക്ഷേ ഡൽഹിയാണ്, ആ മഹാനഗരത്തിൽ എവിടെയോ അടിമപ്പണി ചെയ്തിട്ട് അവനെ കൊന്നുകളഞ്ഞാലും ചോദിക്കാൻ ആരുമില്ല, മരിച്ചിരിക്കാം. കത്തും വരാതിരുന്ന് അവനെ ഓർത്തിങ്ങനെ വിഷമിക്കുന്ന ആ കൊച്ചു പെങ്ങൾ രാജൻ കക്കനാടൻ അവരുടെ ആതിഥ്യം സ്വീകരിച്ച് ചപ്പാത്തിയൊക്കെയാണ്, ചപ്പാത്തിയും ദാലും കഴിച്ചതിന് ശേഷം ആ വീട്ടിൽ നടക്കുമ്പോൾ ഗംഗാ നദിയിൽ മുങ്ങിയിട്ട് അതിൽ നിന്ന് ഉരുളം കല്ല്, പെബിൾ, പരിശുദ്ധമായൊരു പെബിൾ, നദി ഒഴുകി പരിശുദ്ധമായൊരു പെബിൾ എടുത്തു കൊടുത്തു. എൻ്റെ ആങ്ങളെ അവിടെ എങ്ങാനും കാണുവാണെങ്കിലോ എന്ന് കൊടുക്കുക. അവർക്ക് കൊടുക്കാൻ വേറൊന്നുമില്ല അവിടെ. അങ്ങനെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു രംഗം. ഞാനിത് എനിക്ക് സഹിക്കാൻ വയ്യാത്തിട്ട് ഞാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി BJP-ക്കാരൻ, അന്ന് ഞാനൊരു കത്തെഴുതി. ആ കത്തെഴുതി എനിക്ക് മറുപടിയൊന്നും വന്നില്ല. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഉത്തരാഖണ്ഡിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി, സമാനമായൊരു സംഭവമായതുകൊണ്ട് പറയുക, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയ തൊഴിലാളികളെല്ലാം തന്നെ ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു വരണം, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ഉത്തരാഖണ്ഡ് ബംഗാളിനെ പോലെ അത്ര പരിതാപകരമല്ല അവസ്ഥ എന്ന് പറഞ്ഞൊരു പ്രസ്താവന പിന്നെ ഇത് കണ്ടു. അതിപ്പോൾ നമ്മുടെ കത്ത് കണ്ടായാലും ഇല്ലെങ്കിലും നല്ലൊരു കാര്യം.
അപ്പോൾ അങ്ങനെ ഈ ബംഗാളി തൊഴിലാളികളുടെ കാര്യം നമ്മൾ അവരുടെ അച്ഛനും അമ്മയും പ്രായമായവർ ഒരുപക്ഷെ അവരുടെ മക്കളൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നരകിക്കുകയാണ്. അപ്പോൾ ഒരു മാനുഷിക വശമാണ് മമത കാണുന്നത്. പണം മാത്രമല്ലല്ലോ, പണത്തിൻ്റെ ആ സാമ്പത്തികമായ ഡിഫറൻസ് കേരളത്തിലായിരിക്കും അവർക്ക് കൂടുതൽ പണം കിട്ടുന്നത്. പക്ഷെ അവനവന് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് ഭാഷ താനെന്ന് പറയുന്നത് പോലെ ആ പെറ്റ നാടെന്ന് പറയുന്നത്, ജന്മ നാടെന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു നാഭീനാള ബന്ധമുള്ള പ്രദേശമാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തന്നെയല്ല അവരുടെ കടുകെണ്ണ ചേർത്ത ഭക്ഷണം. ഇത് ഈ പദ്ധതി സക്സസ് ആകുമോ? അങ്ങനെ മൊത്തത്തിലാവത്തില്ല. 22 ലക്ഷം പേരും പോകുന്നൊന്നും കഴിയുന്നില്ല. പക്ഷെ ഒരു 2-3 ലക്ഷം പേര് ഹോം സിക്നെസ് സഹിച്ചുകൊണ്ട് നമ്മൾ അന്യ സംസ്ഥാനത്ത് താമസിക്കുമ്പോഴേ നമ്മൾ കേരളത്തിനോടുള്ള നമ്മുടെ ആ സ്നേഹം തോന്നുകയുള്ളൂ അല്ലേ? ഈ നൊസ്റ്റാൾജിയ, ആ ഗ്രഹാതുരത്വം, അതുപോലെ അങ്ങനെയുള്ളവർ പോകട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ബംഗാളിൽ ഇങ്ങനെ പോരാ, രാഷ്ട്രീയം കളിച്ചാൽ പോരാ, അഴിമതി നടത്തിയാൽ പോരാ, വ്യവസായങ്ങൾ വരണം. വ്യവസായങ്ങൾ വന്നില്ലെങ്കിൽ ആ നാടിൻ്റെ ഭാവി വലിയ കേന്ദ്രത്തിനോട് കലഹിക്കാനല്ല നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ വ്യവസായങ്ങൾ വന്ന് ഈ പാവപ്പെട്ടവരെല്ലാം നല്ല അഭിവൃദ്ധിയിലേക്ക് തൊഴിലെടുത്ത് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരണം. ഉയർന്ന നിലകളിൽ പോകാനുള്ള സാഹചര്യം അവർക്കുണ്ടാകണം. അല്ലെങ്കിൽ വലിയൊരു ക്രൂരതയാണ് അവരോട് കാണിക്കുന്നത്. സോഷ്യലിസം ഒന്നും വരാൻ പോകുന്നില്ല. വ്യവസായങ്ങൾ വന്നിട്ട് അവിടെ ജോലി ചെയ്ത് പണമുണ്ടാക്കി സമ്പന്നരാകാമെന്നുള്ളതല്ല, വേറെ ഓപ്ഷനൊന്നും ഇനി നമ്മുടെ മുമ്പിലില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടൊരു നല്ല റൈറ്റ്, മമതാ ബാനർജി എപ്പോഴും തെറ്റുകൾ സംസാരിക്കുന്ന മമതാ ബാനർജി ചെയ്ത നല്ലൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനക്കാരും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ മോശമായി തീരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ മാനുഷികമായിട്ടുള്ള വശങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ല എന്നുള്ളത് കൊണ്ടുമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുന്നത്. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഫലം എന്താവും, ഇമ്പാക്റ്റ് എന്തുണ്ടാകും എന്നുള്ളത് നമുക്കൊരു 2-3 മാസത്തിനകം അറിയാൻ പറ്റുമെന്നുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.